ഇന്നത്തേക്കുള്ളയായി. മൃദുലേ, മൃദു, തേങ്ങ പൊതിക്കണ്ടേ? എന്തോന്ന് തേങ്ങ? മോളെ മൃദു, നീ പറഞ്ഞ പോലെ ഞാൻ അവിടെ മര്യാദയ്ക്കിരുന്ന് തേങ്ങ പൊതിച്ചുകൊണ്ടിരുന്നേ. അതിനിടയ്ക്കാണ് നമ്മുടെ അരുണ് വിളിച്ചത്. അപ്പൊ അവനായിട്ട് കുറച്ചു നേരം സംസാരിച്ചു പോയി. അത് മാത്രമേ ഉള്ളൂ? നിങ്ങൾ എന്തിനാ എന്റെ കുറ്റം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുന്നേ? എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിങ്ങളുടെ കുറ്റം ഞാൻ പറയട്ടെ? നീ എന്തിനാ നമ്മുടെ കാര്യങ്ങളും നാട്ടുകാരെ മൊത്തം അറിയിക്കുന്നേ? ഞാൻ ഏത് നാട്ടുകാരെ അറിയിക്കുന്നേ? തെളിവ് ഞാൻ തരാം. എന്തേലും പ്രശ്നം ഉണ്ടാവുമ്പം നിന്റെ ട്രെയിനിൻ്റെ നീളത്തിലുള്ള ഈ സ്റ്റാറ്റസും സ്റ്റോറിയും വിത്ത് ക്യാപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ പാതി നാട്ടുകാരറിയും. ഈ സാധനം കാരണം എനിക്ക് നാട്ടിൽ ഇറങ്ങി നടക്കാൻ വയ്യ. ഓഹോ, ഇപ്പൊ കുറ്റം മൊത്തം എനിക്ക്. നമുക്കറിയല്ലേ അപ്പോഴേ പറഞ്ഞാ വേണ്ടെന്ന്. ആര്? ഞാൻ കേട്ടില്ല. അതെന്താ? കണ്ടാലറിയാത്തവള് കൊണ്ടാലറിയും. ഇപ്പൊ കൊള്ളുന്ന മൊത്തം ഞാനില്ലേ? ആഹാ, ആറങ്ങോട്ട്. ഞാൻ ഇനി ഇവിടുന്ന് ഒന്നും കഴിക്കത്തില്ല. പട്ടിണി കിടന്ന് ചാവാൻ പോവാ ഞാൻ. മൃദുലേ, മൃദുലേ, മൃദു, എൻ്റെ മൃദു, എന്നോട് വേണമെങ്കിൽ പട്ടിണി കിടക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് അതിനെ കാണൂ സമയം കാണും. ദേ എൻ്റെ മോളിത് കഴിക്ക്. വേണ്ട, ചേട്ടൻ മോക്ക് വേണ്ടി വേണ്ട വറുത്ത മീനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ. ഹായ്. ആ ഇതെന്താ ഒരു സൈഡ് കരിഞ്ഞിരിക്കുന്നത്? അതോ, ഇത് തിരിച്ചിട്ടപ്പോഴത്തേക്കിനാ അരുണ് വിളിച്ചത്. അതിന് ഫുള്ള് കോൺസെൻട്രേഷൻ അവിടെ ആയിപ്പോയി. ഇല്ല മോളെ, ഇത് ഒരു സൈഡ് കരിഞ്ഞിട്ടുള്ളൂ. അല്ല, മൊത്തം കരിഞ്ഞിട്ടില്ല, ഇച്ചിരി കരിഞ്ഞിട്ടുള്ളൂ. മൃദു, മൃദു.